കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ സ്കാം, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് കമ്പനിയായി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിൻ്റെ പുറകെ കുറച്ച് ദിവസങ്ങളായി നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ വീഡിയോ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഭീഷണികളെയും പലതരത്തിലുള്ള പ്രശ്നങ്ങളെയും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈറിച്ചിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് 100% ഉറപ്പായിരിക്കുന്നു, ഇത് തീർച്ചയായും കേരളത്തിലെ ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാണ്. ഇന്നലെ 12-ാം തീയതി ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ SI അദ്ദേഹം നമ്മുടെ സെഷൻ കോർട്ടിൽ ഒരു പോലീസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് പബ്ലിക്കലി അവൈലബിൾ ആണ്. എല്ലാവരും അതെടുത്ത് വായിക്കണം. അതിൽ എത്ര കൃത്യമായിട്ടാണ് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സ്കാമാണ്, കേരളം കണ്ട ഏറ്റവും വലിയ ഒരു മണി ചെയിൻ തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ വിവരങ്ങൾ നമുക്ക് വളരെ സംക്ഷിപ്തമായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. അതുപോലെ ഇന്നലെ ഞാൻ ലൈവ് സ്ട്രീമിൽ വന്നപ്പോൾ നമ്മുടെ HROTTയുടെ ബോണ്ടുകളെ കുറിച്ചും ആ ബോണ്ടുകളിലുള്ള വലിയ വലിയ തെറ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ 1,63,00,000 ഐഡികളിൽ നിന്ന് എത്ര ആൾക്കാരാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ആൾക്കാരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്കാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച് വലിയ തലത്തിലുള്ള അന്വേഷണം ആവശ്യമാണ് എന്നാണ് ചേർപ്പിൽ നിന്നുള്ള SI അദ്ദേഹം സെഷൻസ് കോർട്ടിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും പാവങ്ങൾ വിശ്വസിച്ച് കാത്തിരിക്കുകയാണ്. നമ്മുടെ പേ ഔട്ട് കിട്ടും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക ലഭിക്കും എന്നുള്ള രീതിയിൽ പല ആൾക്കാർ ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോഴും ലീഡർമാർ അവരെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വന്ന ഒരു വോയിസ്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറായ ജിനിൽ ജോസഫ് എന്നവരുടെ ഒരു വോയിസ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച, അതായത് മറ്റന്നാൾ 15-ാം തീയതി കേസ് നമ്മൾ ഹൈക്കോർട്ടിലുണ്ടാവും. എല്ലാവരും കോൺഫിഡൻസോടുകൂടി ഇരിക്കുക, നമ്മൾ തീർച്ചയായും തിരിച്ചു വരും എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ഇതുവരെ ആ കോടതിയിൽ ഉള്ള കേസ് ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. നമുക്കറിയാം, ഹൈക്കോടതിയിലൊക്കെ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് എടുക്കാനുള്ള അവസരം ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ആ ഓൺലൈനിൽ കേസ് ലിസ്റ്റിൽ എവിടെയും തിങ്കളാഴ്ച കേസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരവുമില്ല. പക്ഷേ ഇപ്പോഴും അവർ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റിപ്പോർട്ടിൽ വ്യക്തമായ കാര്യങ്ങൾ, ആ റിപ്പോർട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കും. ആ റിപ്പോർട്ടിൻ്റെ ഡോക്യുമെൻ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാനും ഇതിൻ്റെ പുറകെ ആദ്യം മുതലേ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊണ്ട് എന്നെ കേൾക്കാൻ വേണ്ടിയും കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാനും ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വലിയ ഒരു തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നു. ബൈനറി സിസ്റ്റത്തിൽ പൈസ വാങ്ങി അതിന് ആഴ്ചകളിൽ വരുമാനം നൽകാമെന്നുള്ള രീതിയിൽ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൃത്യമായി അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 10,000 രൂപ, അതുപോലെ 5 ലക്ഷം രൂപയുടെ ബോണ്ടുകൾ ഇറക്കി. ആ HROTT ബോണ്ടുകൾക്ക് വേണ്ടി ഇറക്കിയ തുകയുടെ അക്കൗണ്ട് പോലും എവിടെയും അവർ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ആ അക്കൗണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും ഇതുവരെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടില്ല എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തുകൊണ്ടാണ് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ ഏറ്റെടുക്കാത്തത് എന്നുള്ളതിൻ്റെ അവസാന ഉത്തരം എന്നുള്ള രീതിയിൽ ഇപ്പോൾ തന്നെ നമ്മുടെ മീഡിയ 1 വളരെ ശക്തമായി ഈ വിഷയത്തിൽ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് എന്നുള്ള രീതിയിൽ ഹൈറിച്ച് തട്ടിയെടുത്തിരിക്കുന്നു ഇത്രയും തുക, 1,630 കോടി രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അതിലും എത്രയോ വലിയ തുകകൾ അവർ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അവരുടെ കണക്ക് പ്രകാരം തന്നെ 1,89,00,000 ഐഡികൾ ഉണ്ടെങ്കിൽ ഈ 1,630 കോടിയൊന്നും ആയിരിക്കില്ല. അതിലൊക്കെയും എത്രയോ വലിയ തുക അവർ തട്ടിയെടുത്തിട്ടുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മീഡിയ 1-ന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ആദ്യമേ. മറ്റ് ചാനലുകളും ഇത് ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെതിരെ ശക്തമായി പുറത്തേക്ക് വരുമെന്ന് നമുക്ക് കാത്തിരിക്കാം. സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ പണം പോയെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ലീഡർമാരുടെ അടുത്ത് പോയി അവരിൽ നിന്ന് ആ തുക വസൂലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ക്യാഷ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയ പല ലീഡർമാരും അവരുടെ വളരെ ശക്തമായ പ്രഭാഷണങ്ങൾ നമുക്ക് അവരുടെ സൂം മീറ്റിങ്ങിലും അവരുടെ യൂട്യൂബ് ചാനലുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലീഡർമാർക്ക് ഇഷ്ടം പോലെ പൈസ ലഭിച്ചിട്ടുണ്ട്. ആ പണം തിരിച്ചു വാങ്ങാനുള്ള ശ്രമങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങൾ ചെയ്യേണ്ടത്. അതാണ് പക്ഷേ സോഷ്യൽ ഇഷ്യൂ ആവാതെ ആ വിഷയങ്ങളെ കാണണമെന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇന്നലെ HROTTയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്നലെ എൻ്റെ ലൈവ് സ്ട്രീമിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. HROTTയുടെ ഒരു ബോണ്ട്, ആ ബോണ്ടിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, HROTTയെ കുറിച്ച് യാതൊരു തരത്തിലുള്ള കാര്യവും അവിടെ പറഞ്ഞിട്ടില്ല. ഒരു HROTTയുടെ എംബ്ലം മാത്രമാണ് അവരവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ HROTTയുടെ ഈ ഒരു പേപ്പറിൽ ഇതേപോലെ ഒരു സംഭവം അടിച്ചു കൊടുക്കുകയാണ് അവർ ചെയ്തത്. അവിടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്നുള്ള രീതിയിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബോണ്ട് യാതൊരു തരത്തിലുള്ള വാല്യൂ ഉള്ള ബോണ്ടല്ല.
ഇന്നലെ ഈ വിഷയങ്ങൾ ഞാൻ കൃത്യമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ എഗ്രിമെൻ്റ് അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2-3 ആകെ കണ്ടീഷൻസ് മാത്രമാണ് അവരതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിവരങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വെബ്സൈറ്റിൽ ഈ ബോണ്ടിനെ കുറിച്ചുള്ള യാതൊരു വിവരവുമില്ല. ബോണ്ടിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അവരവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിൽ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആയിട്ട് 5 ലക്ഷം രൂപ വാങ്ങി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോണ്ടൊക്കെ ലഭിച്ച എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ ഈ ബോണ്ടൊക്കെ വെച്ചുകൊണ്ട് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നു എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചുകൊണ്ട് ഒരു കേസ് എത്രയും പെട്ടെന്ന് ഫയൽ ചെയ്യുന്നതായിരിക്കും അവരവർക്ക് ഏറ്റവും നല്ലത്. അവരുടെ അത്രയും കഷ്ടപ്പെട്ട് നേടിയ തുകയൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം എന്നുള്ള രീതിയിൽ നിങ്ങളിനി ഒരു കേസിനെ കുറിച്ചും ആരും കാത്തിരിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഇതിനെക്കുറിച്ച് അറിയുന്ന വിവരങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി വിവരങ്ങൾ നൽകി എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പരമാവധി നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ കേസുകൾ ഫയൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള ഒരു ഉത്തരം. കാരണം ഇന്നലെ ചെയർപേഴ്സണായി സമർപ്പിച്ച കേസിൽ അദ്ദേഹത്തിൻ്റെ പരിധിയിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യാതൊരു തരത്തിലുള്ള കേസുകളും ഇതുവരെ വന്നിട്ടില്ല എന്ന് കൂടെ അദ്ദേഹം അതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുപോലെ പ്രതാപനോ അതിൻ്റെ ഡയറക്ടേഴ്സായ അവർക്ക് അവരുടെ പേരിൽ യാതൊരു സ്വത്തുക്കളുമില്ല. വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു സ്കാമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവരുടെ അക്കൗണ്ട് എല്ലാം കാലിയാണ്. വളരെ കുറച്ച് തുക മാത്രമാണ് അവരുടെ അക്കൗണ്ടിലുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ ലാസ്റ്റിലുള്ള വരെയുള്ള കണക്ക്, അതായത് നമുക്കറിയാം, ഇതിനു മുന്നേ ഞാൻ കഴിഞ്ഞ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ഥാപനത്തെയും ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ട് അക്കൗണ്ട് ഒന്നും ഫ്രീസ് ചെയ്യില്ല. എത്രയോ മാസങ്ങളായി അവർ അതിൻ്റെ പുറകെ പോലീസ് സാധാ ലോക്കൽ പോലീസാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പല പരിമിതികളുമുണ്ട്. അവരത് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് സംസ്ഥാന വ്യാപകമായി അല്ലെങ്കിൽ രാജ്യവ്യാപകമായി രാജ്യത്തിന് പുറത്തൊക്കെയുള്ള ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നമ്മൾക്ക് പരിമിതിയുണ്ട് എന്നുള്ള രീതിയിൽ ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഫണ്ട് പല രീതിയിൽ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ ഈ ഫണ്ട് എവിടെയാണുള്ളത് എന്ന് കണ്ടെത്താൻ പോലും പോലീസിന് സാധിക്കുന്നില്ല. രാജ്യാന്തര തലത്തിലുള്ള അന്വേഷണം വേണം എന്നുള്ള രീതിയിലൊക്കെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സ്കാം നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ള ദുഃഖസത്യം ഇനിയെങ്കിലും നമ്മുടെ ഹൈറിച്ച് അനുകൂലികൾ അറിയുക. നമ്മുടെ വീഡിയോക്കൊക്കെ താഴെ വന്ന ആദ്യം മുതൽ കമൻ്റ് ഇടുന്ന ഹൈറിച്ച് അനുകൂലികൾ, ഹൈറിച്ച് ഓളികൾ, ഇനി അങ്ങനെ തന്നെ വിളിക്കാം. ഞാൻ പലപ്പോഴും പല വാക്കുകളും പരമാവധി ഒഴിവാക്കിക്കൊണ്ടായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം ഇതിലെ ജനങ്ങളുടെ വികാരത്തെ മാനിക്കുക എന്നുള്ളത്, കാരണം ഇതിനെ അനുകൂലിക്കുന്ന ആൾക്കാരുടെ വികാരത്തെ മാനിക്കുക എന്നുള്ളത് ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു കർത്തവ്യമായതുകൊണ്ട് തന്നെ അവരെ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി പറയുന്നു, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സാഹചര്യവും നിങ്ങളുടെ പണം തിരിച്ചു കിട്ടാനില്ല. കാരണം ഇത് 100% ഒരു സ്കാമാണ് എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. പരമാവധി നിങ്ങൾക്ക് തുക കിട്ടണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബഡ്സിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളിലോ ജില്ലാ കളക്ടർക്കോ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാനുള്ള സൗകര്യമുണ്ട്. അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ഓഫീസിൽ നിങ്ങൾക്ക് ഹാർഡ് കോപ്പിയായി നിങ്ങളുടെ കേസുകൾ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. പരമാവധി എല്ലാവരും അവസരം ഉപയോഗിച്ചുകൊണ്ട് അവരവരുടെ തുകയിൽ എന്തെങ്കിലും തിരിച്ചു കിട്ടുകയാണെങ്കിൽ തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.